السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീമൗദ് അലൈഹി ഇസ്ലാം ഒരവസരത്തിൽ ഫിലോസഫി വിവരിച്ചുകൊണ്ട് പറയുന്നു, ഒരു കുഞ്ഞ് വിശന്ന് പാലിനായി കരഞ്ഞ് ഉച്ചയുണ്ടാക്കുമ്പോൾ മാതാവിന്റെ സ്തനത്തിൽ പാല് ആവേശം കൊണ്ട് ഉണ്ടാകുന്നു. കുഞ്ഞ് ദുആയുടെ പേര് പോലും അറിയുന്നില്ല. എന്നാൽ അവന്റെ ശബ്ദം എങ്ങനെയാണ് പാലിനെ കൊണ്ടുവരുന്നത്? പറയുന്നു, ചില അവസരങ്ങളിൽ കാണുന്നത് മാതാവ് പാല് അനുഭവിക്കുക പോലുമില്ല. എന്നാൽ കുഞ്ഞിന്റെ കരച്ചിൽ പാലിനെ വലിച്ചു കൊണ്ടുവരുന്നു. പറയുന്നു, നമ്മുടെ വിലാപം അല്ലാഹുവിന്റെ സമക്ഷത്തിലാണെങ്കിൽ അതൊന്നിനെയും വലിച്ചു കൊണ്ടുവരികയില്ലെന്നോ? തീർച്ചയായും ഉണ്ടാകുന്നതാണ്, എല്ലാം വരുന്നതാണ്. എന്നാൽ കണ്ണിന് അന്ധത പിടിപ്പെട്ടവർ, ബിരുദധാരികളെന്നും ഫിലോസഫർ എന്നും പറഞ്ഞിരിക്കുന്നവർ, അവർക്ക് ഇത് കാണാൻ സാധിക്കുകയില്ല. അവിടുന്ന് പറയുന്നു, കുഞ്ഞിന് മാതാവിനോടുള്ള ബന്ധം, ആ ബന്ധത്തെ മനുഷ്യൻ തന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ദുആയുടെ ഫിലോസഫിയിൽ ശ്രദ്ധിക്കുന്ന പക്ഷം വളരെ എളുപ്പത്തിലും വേഗത്തിലും ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് നമ്മൾ അഹമ്മദികളുടെ മേൽ, നമ്മുടെ ആ ചെറിയ വലിയവരിലും ഈ കാര്യത്തെ നാം മനസ്സിലാക്കുന്നു. നാം അസ്വസ്ഥതപ്പെട്ട് തേങ്ങിക്കൊണ്ട് വിനയത്തോടെ അള്ളാഹുവിന്റെ സമക്ഷം കുനിങ്ങുന്നതായാൽ, അവനോട് ദുആ ഇരക്കുന്ന പക്ഷം അള്ളാഹു നമ്മുടെ ദുആകൾ കേൾക്കുന്നതാണ്. ചില അവസരങ്ങളിൽ ദുആയുടെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവം അത് അന്യരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരുപാട് ആളുകൾ എഴുതുന്നു, എപ്രകാരമാണ് ചില സമയത്ത് എല്ലാ വശത്തുകൂടിയും പ്രതീക്ഷ അവസാനിക്കുമ്പോൾ, പ്രതീക്ഷ അറ്റുപോകുമ്പോൾ, ആ സമയം അള്ളാഹുവിന്റെ മുമ്പിൽ നാം കുനിയുമ്പോൾ അള്ളാഹു അതിൽ അനുഗ്രഹം ചൊരിയുന്നു. അത് നമ്മുടെ വിശ്വാസത്തിലും ദൃഢത കൈവരിക്കുന്നതിന് കാരണമായി തീരുന്നു. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ചില റിപ്പോർട്ടുകളിലൂടെ വന്നതാണ്. അത് ഞാൻ സമർപ്പിക്കുന്നതാണ്. നാസിർ ദഅവത്ത് ഇലല്ലാഹ് ഖാദിയാൻ എഴുതുന്നു, ഹോഷിയാർപൂർ ജില്ലയിലെ അമീർ സാഹിബ് പറയുന്നു, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ്
അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ കീടാർച്ചുവാലിൽ മഴ വർഷിക്കാത്ത കാരണം ഗ്രാമവാസികൾ വളരെ ആവലാതിയിലായിരുന്നു. ഏതുവരെയെന്നാൽ കിണറിലെ വെള്ളം വരെ അടിയിലെത്തിച്ചേർന്നിരുന്നു. അവിടെയുള്ള അധിക ഹിന്ദുക്കളും നമ്മുടെ മുഅല്ലിം സാഹിബിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. കിഴക്കൻ പഞ്ചാബിൽ മുഅല്ലിം, മൗലവി എന്നിവരെ മിയാൻജി എന്നാണ് പറയാറുള്ളത്. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, അഹമ്മദി മുഅല്ലിമിനോട് ദുആ ചെയ്യുന്നതിനു വേണ്ടി പറഞ്ഞാൽ തീർച്ചയായും മഴ പെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ മുഅല്ലിം ആദ്യം അവർക്ക് ഇസ്ലാമിക ദുആയുടെ മര്യാദകൾ പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങൾ പറഞ്ഞു. അതിനുശേഷം ദുആ ചെയ്തു. അള്ളാഹു അഹമ്മദിയ ജമാഅത്തിലെ ഈ മുഅല്ലിമിന്റെ ദുആ സ്വീകരിച്ചു. തന്റെ അനുഗ്രഹത്താൽ പറയുന്നു, 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല മഴ വർഷിക്കുകയുണ്ടായി. താൻ ദുആ കേൾക്കുന്നവനാണ് എന്നതിന് അവൻ തെളിവ് നൽകി. ഈ സംഭവം മുഴുവൻ ഗ്രാമത്തിലും സ്വാധീനമുണ്ടാക്കി. അഹമ്മദികളുടെ ദുആ കാരണത്താലാണ് മഴയുണ്ടായതെന്ന് ഗ്രാമവാസികൾ ഒന്നടങ്കം പറഞ്ഞു. അതുപോലെ ഫിജിയിലെ അമീർ സാഹിബ് എഴുതുന്നു, തവാലൂക്കിലേക്ക് പര്യടനത്തിനായി പോകുന്നതിന് മുമ്പായി തവാലൂക്കിലെ മുബല്ലിഗ് പറഞ്ഞു, ഒരു ചെറിയ പ്രദേശമാണ് തെരിക്രി, അവിടെ ഒരുപാട് കാലമായി മഴ പെയ്യുന്നില്ല. കുടിവെള്ളം മഴയുമായി ആശ്രയിച്ചാണ് അവിടെ ഇരുന്നത്. അങ്ങനെ പര്യടനത്തിന് പോകുന്നതിന് മുമ്പായി അവർ എനിക്കും കത്തെഴുതിയിരുന്നു. മഴ ഉണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നു. ഞങ്ങൾ തവാലൂക്കിൽ എത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ ഒരുപാട് വേവലാതി പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ ജലനിരപ്പ് പൂർണ്ണമായും വറ്റിയിരിക്കുന്നു പറയുന്നു. ഞാൻ ആ ദിവസം രാത്രി ഇശാ നമസ്കാരത്തിൽ വിളംബരം നടത്തി. നമ്മൾ നമസ്കാരത്തിന്റെ അവസാനത്തെ സുജൂദിൽ അതിൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അവിടെ എത്തിയത് വൈകുന്നേരമായിരുന്നു. അങ്ങനെ അള്ളാഹു ആ ദുആ സ്വീകരിച്ചു. രാത്രിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായിട്ടുള്ള മഴ വർഷിക്കുകയുണ്ടായി. അതിനുശേഷവും 3-4 തവണ മഴ പെയ്തു. അത് കാലാവസ്ഥ അടിസ്ഥാനത്തിൽ ഒരു നീണ്ട കാലത്തേക്ക് വരണ്ട അവസ്ഥയെ മാറ്റുകയുണ്ടായി. പറയുന്നു, അതിനുശേഷം ഞങ്ങൾ എവിടെയെല്ലാമാണ് പോയത്, ആളുകൾ ഈ കാര്യത്തെ പ്രകടിപ്പിച്ചു. താങ്കൾ വന്നതുകൊണ്ടാണ് ഇവിടെ മഴ ഉണ്ടായതെന്ന് പറഞ്ഞു. കത്തോലിക് ചർച്ചിലെ ബിഷപ്പും ഫോണോഫത്തിക്കിൽ ഗോത്രത്തിലെ വലിയ ചീഫും ഇക്കാര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. ജമാഅത്തിന്റെയും കാലത്തിന്റെ ഖലീഫയുടെയും ദുആയാണ് ഇവിടെ അസാധാരണമായ നിലയിൽ മഴയുണ്ടായതിന് കാരണം എന്ന് അവരോട് പറയുകയുണ്ടായി. ഈ മഴ അഹമ്മദികൾക്ക് മാത്രമല്ല പ്രശ്നപരിഹാരമായി മാറിയത്, മറിച്ച് അന്യർക്ക് വേണ്ടി ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവുമായി മാറി. ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നത് അള്ളാഹുവിന്റെ പിന്തുണയ്ക്കും സ്വീകാര്യതയ്ക്കുമുള്ള അടയാളമായി തീരുന്നുവെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ മഴ നിൽക്കുന്നത് ദുആ സ്വീകാര്യതയുടെ അടയാളമായി തീരുന്നു. അന്യർ ഇസ്ലാം സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, എന്നാൽ ഈ കാര്യത്തെ തീർച്ചയായും അവർ അംഗീകരിക്കുന്നു. ഇസ്ലാമിന്റെ ദൈവം, ആ ദൈവം ദുആ കേൾക്കുന്ന ദൈവമാകുന്നു. ഗിനി ബസാവോ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. അബ്ദുള്ള സാഹിബ് അവിടുത്തെ മുഅല്ലിമാണ്. പറയുന്നു, ഞങ്ങളൊരു ഗ്രാമത്തിൽ സെൻജാങ്കാം അവിടെ തബ്ലീഗിനായി പോയി. ആളുകളെ ഒരുമിച്ച് കൂട്ടി ജമാഅത്തിന്റെ സന്ദേശം എത്തിച്ചു. അവരെ തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതിനിടയിൽ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. മഴയുടെ ശബ്ദം കാരണം പറയുന്നു, എന്റെ ശബ്ദം ഹാജരായിരുന്നവരിൽ എത്തുന്നില്ലായിരുന്നു. അവർ എഴുന്നേറ്റ് പോകുമെന്നുള്ള ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. ജനങ്ങൾ പരിഭ്രമപ്പെട്ടു, എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി. പറയുന്നു, ആ സമയം ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ, മഴ നിന്റേതാണ്. ഏതൊരു സന്ദേശമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതും നിന്റേതാകുന്നു. എന്നാൽ മഴ കാരണം ഈ ആളുകൾക്ക് നിന്റെ ഈ സന്ദേശം കേൾക്കാൻ സാധിക്കുന്നതല്ല.
അവർ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങുകയാണ്. പറയുന്നു, ഞാൻ ദുആ ചെയ്തുടൻ അള്ളാഹു ആ മഴ തടഞ്ഞു നിർത്തി. അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 150 പേരെ തബ്ലീഗ് ചെയ്തു. പറയുന്നു, അൽഹംദുലില്ലാ, തബ്ലീഗിന് ശേഷം എല്ലാ ആളുകൾക്കും ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഇവിടെ മഴ ദുആക്ക് ശേഷം പെയ്യാതിരുന്നത് നമ്മുടെ മുഅല്ലിമിന്റെ വിശ്വാസത്തെ ദൃഢീകരിക്കുകയും അവിടെ ഉണ്ടായിരുന്നവർക്ക് ദുആ കേൾക്കുന്ന അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയും ചെയ്തു. ആളുകൾ പറയാറുണ്ട്, അള്ളാഹുവിനെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക? അള്ളാഹു ഇപ്രകാരമാണ് തന്റെ കുദ്റത്ത് വ്യക്തമാക്കിക്കൊണ്ട് പ്രകടമാകുന്നത്. അവിടെ ഉണ്ടായിരുന്നവർ മഴ കാരണം എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം കണ്ട് അവിടെ ഇരിക്കുക മാത്രമല്ല, മറിച്ച് അഹമ്മദിയത്താകുന്ന യഥാർത്ഥ ഇസ്ലാമിനെ സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ ബാത്തന്തോ അവിടെ ഉള്ള മുബല്ലിഗാണ് ഹാഫിസ് മുസമ്മിൽ സാഹിബ്. അദ്ദേഹം പറയുന്നു, ഞാൻ ലോക്കൽ മുഅല്ലിമിനെയും 2 ഖുദ്ദാമുകളോടൊപ്പം ഒരു ഗ്രാമത്തിലേക്ക് പര്യടനത്തിനായി പുറപ്പെട്ടു. വഴിയിൽ അതിശക്തമായ മഴയുണ്ടായി. മുമ്പോട്ടുള്ള യാത്ര പ്രയാസകരമാണെന്ന് തോന്നി. കാരണം വഴിയിൽ വളരെ മോശവും ചെളിയും നിറഞ്ഞതായിരുന്നു. അങ്ങനെ പറയുന്നു, ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്നു. അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ, നിന്റെ മസീഹിന്റെ സന്ദേശം എത്തിക്കുന്നതിനായി പോവുകയാണ്. നീ അനുഗ്രഹം ചൊരിഞ്ഞാലും യാത്രാ മധ്യത്തിലുള്ള എല്ലാ തടസ്സങ്ങളും ദൂരീകരിക്കണമേ. അവിടെ ഇവരെ എത്തിച്ചിരുന്നു. ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു, ഇവരെ കാത്തിരുന്നു. പറയുന്നു, ഉടൻ തന്നെ അള്ളാഹു ഞങ്ങളുടെ ദുആ സ്വീകരിച്ചു. മഴ പെട്ടെന്ന് തന്നെ നിന്നു. തോന്നിയിരുന്നത് മഴ വൈകുന്നേരം വരെ തുടരുമെന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വലിയ വിഷമത്തിലായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടായി. പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ കൃത്യസമയത്ത് ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. തബ്ലീഗ് തർബിയത്ത് പരിപാടികൾ സംഘടിപ്പിച്ചു. പിന്നെ ദുആ മൂലം മഴ നിലച്ച സംഭവങ്ങളിലൊന്ന് സിസറിലെ മുബല്ലിഗ് സാഹിബ് തൊയ്യബ് സാഹിബ് പറയുന്നു, ജമാഅത്ത് റിഖ്വിൽക്ക് എന്ന പ്രദേശത്ത് പള്ളി പണിയുന്നതിനായി ഒരു സ്ഥലം വാങ്ങിയിരുന്നു. അവിടെ സമാധാനത്തിന്റെ അടയാളം എന്ന നിലയ്ക്ക് ഒരു വൃക്ഷത്തൈ നടന്നതിനായി പ്രോഗ്രാം തയ്യാറാക്കി. അതിൽ അന്യരായ മറ്റ് അതിഥികളെയും ക്ഷണിച്ചിരുന്നു. ഏത് ദിവസമാണ് വൃക്ഷത്തൈ നടന്ന പരിപാടി വെച്ചിരുന്നത് അന്ന് പ്രവചനാടിസ്ഥാനത്തിൽ ശക്തമായ മഴ ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം പരിപാടി പുറത്തു വെച്ചായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് വലിയ വേവലാതിയായിരുന്നു. അവർ ഈ കാരണം കാണിച്ച് എനിക്കും എഴുതിയിരുന്നു. ഇവരുടെ ഒരുപാട് കത്തുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ പറയുന്നു, പ്രോഗ്രാമിന്റെ ദിവസം അവിടെ ചെന്നപ്പോൾ മഴ തുടങ്ങി. പ്രത്യക്ഷത്തിൽ മഴ നിൽക്കുന്ന യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദുആ കാരണം അള്ളാഹു അനുഗ്രഹം വർഷിച്ചു. പരിപാടി തുടങ്ങുന്നതിന് 1 മണിക്കൂർ ബാക്കിയുണ്ടായിരുന്നപ്പോൾ ആ മഴ നിന്നു. സൂര്യൻ പുറത്തു വന്നു. പരിപാടിയുടെ അവസരത്തിൽ പ്രാദേശിക കൗൺസിലിന്റെ സദറും വന്നിരുന്നു. അവർ ആദ്യം തന്നെ വലിയ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ പരിപാടിക്കായി ഈ കാലാവസ്ഥയും ക്ഷണിച്ചിരുന്നുവോ? അതിൽ പറയപ്പെട്ടു, ഞങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഖലീഫയ്ക്കും ദുആക്കായി എഴുതിയിരുന്നു. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അല്ലാഹു അനുഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഈ പ്രോഗ്രാം വിജയം കണ്ടു. ഇതിന്റെ വാർത്തകളും അവിടെയുള്ള പ്രാദേശിക പത്രങ്ങളും പ്രസിദ്ധീകരിച്ചു. അതിലൂടെ ഒരുപാട് ആളുകളിൽ ജമാഅത്തിന്റെ സന്ദേശം എത്തിച്ചു. നാം ഒരിക്കലും കാലാവസ്ഥയെ മാറ്റിമറിക്കുന്നവരല്ല, അതിന് സാധിക്കുകയുമില്ല. എന്നാൽ ആ ദൈവത്തിന്റെ മുന്നിൽ തീർച്ചയായും നാം കുനിയുന്നവരാണ്. അവന്റെ കൽപ്പനയ്ക്ക് കീഴിലാണ് കാലാവസ്ഥയും ചലിക്കുന്നത്. അവനാണ് പിന്നെ തന്റെ ശക്തി പ്രകടിപ്പിക്കുന്നത്. കാലാവസ്ഥയെ കൂടാതെ ദുആ സ്വീകാര്യതയുടെ ചില മറ്റ് സംഭവങ്ങളുണ്ട്. അത് സമർപ്പിക്കുകയാണ്. നമ്മുടെ ദൈവം വെറും കാലാവസ്ഥ മാത്രം
മാറ്റിമറിക്കുന്ന ദൈവമല്ല, മറിച്ച് എല്ലാത്തിനും കഴിവും ദുആകൾ കേൾക്കുന്നവനുമായ ദൈവമാകുന്നു. അവന് എണ്ണമറ്റ വിശേഷ ഗുണങ്ങളുമുണ്ട്. അവന്റെ സിഫത്തുകളുടെ തേജസ് അവൻ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ബനിൽ മുഅല്ലിം ഹക്കീം സാഹിബ് പറയുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു നവ അഹമ്മദിയായ സുഹൃത്ത് വന്ന് പറഞ്ഞു, റബി സാഹിബ് എന്റെ വീട്ടിലേക്ക് വന്നാലും. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യയുടെ ആരോഗ്യാവസ്ഥ വളരെ മോശമാണ്. അത് കേട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ചെന്നു, അയാളുടെ വീട്ടിൽ ചെന്നു. കാരണം അയാളുടെ ഭാര്യയുടെ പ്രസവ സമയം അടുത്തിരുന്നു. മറ്റൊരു സ്ത്രീയുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. പ്രസവത്തിന്റെ സമയം വളരെ അടുത്ത് എത്തിയിരുന്നു. അവർക്ക് ശക്തമായ പനിയും ഉണ്ടായിരുന്നു. ശക്തമായ പനി കാരണം പ്രസവം നടക്കുന്നില്ലായിരുന്നു. അയാൾ പറഞ്ഞു, കഴിഞ്ഞ 2 തവണ ഇത്തരത്തിൽ സംഭവിച്ചിരുന്നു. ഒന്നെങ്കിൽ കുട്ടി രക്ഷപ്പെടും, അല്ലെങ്കിൽ മാതാവ് രക്ഷപ്പെടും. ആ 2 തവണയും മാതാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതിനായി കുഞ്ഞിനെ ത്യാഗം നൽകേണ്ടതായി വന്നു. ഇപ്പോൾ 3ാമത്തെ തവണയും അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മുഅല്ലിം പറഞ്ഞു, ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ മരുന്നിനോടൊപ്പം ദുആയും ചെയ്യേണ്ടതാണ്. ഖലീഫയ്ക്ക് ദുആക്കായി എഴുതേണ്ടതാണ്. എന്നാൽ ഇവിടെ ഇത്രമാത്രം സമയമില്ല. ദുആയും അത് ചെയ്യുന്നതാണ്, അതായത് കത്തെഴുതാനുള്ള സമയമില്ല. നാം സ്വയം ഇതിനായി ദുആ ചെയ്യാം. പറയുന്നു, അങ്ങനെ ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങളുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ തുടങ്ങി. ദുആ അവസാനിച്ചപ്പോൾ സൂറ ഫാത്തിഹ ഓതി വെള്ളത്തിലൂതി ആ സ്ത്രീയെ കുടിപ്പിച്ചു. പറയുന്നു, ഇത്തരത്തിൽ ഞാൻ 2-3 തവണ ചെയ്തു. വെള്ളത്തിലൂതുകയും സ്ത്രീക്ക് കുടിക്കാനായി നൽകുകയും ചെയ്തു. 3ാമത്തെ തവണ ഭർത്താവ് വലിയ സന്തോഷത്തോടു കൂടി വന്നു. അള്ളാഹു എന്റെ ഭാര്യയെയും രക്ഷിച്ചു, എനിക്ക് മകനെയും നൽകിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അസ്തിത്വത്തിലുണ്ടായിരുന്ന ആ നവ അഹമ്മദിയുടെ വിശ്വാസം വീണ്ടും വർദ്ധിച്ചു. ദുആയിലൂടെ കൂടുതലായി വിശ്വാസം ദൃഢീകരിക്കപ്പെട്ടു. അതിലൂടെ അയാൾ കൃത്യമായി ശ്രദ്ധയോടുകൂടി വിനയത്തോടും വിങ്ങലോടും കൂടി ദുആ ചെയ്യാൻ ആരംഭിച്ചു. ഇത്തരത്തിൽ ഒരു രോഗിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കെനിയയിലെ അമീർ സാഹിബ് എഴുതുന്നു, അവിടെയുള്ള ഒരു ജമാഅത്തിലെ സദർ വലിയ രോഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ സുഖപ്രാപ്തിക്കായി ദുആക്ക് വേണ്ടി അപേക്ഷിച്ചു. അവസാന നാളുകൾ അടുത്തിരിക്കുന്നു എന്ന് എന്നെ അറിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ എന്റെ അവസ്ഥ വളരെ മോശമാണ്. താങ്കൾക്ക് ഏത് സമയം ദുഃഖകരമായ വാർത്ത കേൾക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ തൊലിയുടെ നിറവ് മാറിയിരുന്നു. ശരീരം തണുത്ത് വിറച്ച് ജീവനറ്റതായി തോന്നിയിരുന്നു. അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, സ്വയം ദുആ ചെയ്യുക. ഞാനും ദുആ ചെയ്യുന്നതാണ്. അവിടുത്തെ മുഅല്ലിം പറയുന്നു, ഇവിടേക്ക് എനിക്കും കത്തയച്ചിരുന്നു. മുഅല്ലിം പറയുന്നു, ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ 2ാമതും ഈ പള്ളിയിൽ ജുമാ നമസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തെ അവസ്ഥ കണ്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്റെ മറുപടിയും ഇവിടുന്ന് അവർക്ക് ലഭിച്ചിരുന്ന അള്ളാഹു പരിപൂർണ സുഖം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതിനുശേഷം പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം തുടർച്ചയായി മെച്ചപ്പെടാൻ തുടങ്ങി. കുറച്ച് ദിവസത്തിന് ശേഷം പൂർണ്ണമായും ആരോഗ്യം കൈവരിച്ചു. ഇപ്പോൾ തന്റെ ജോലിയിലും മുഴുകിയിരിക്കുന്നു. അങ്ങനെ ദുആയിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് പുതിയൊരു ജീവിതം ലഭിച്ചിരിക്കുന്നു. ഇതും അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയുണ്ടായി. പിന്നെ ഇന്ത്യയിലെ കർണാടകയിൽ നിന്ന് അവിടെയുള്ള ജില്ലാ അമീർ അവിടുത്തെ സദർ ജമാഅത്ത് എഴുതുന്നു, അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ ഇദ്ദേഹത്തിന്റെ ചികിത്സ ഇനി സാധ്യമല്ലെന്ന് അറിയിച്ചു. ഇനി ഓപ്പറേഷൻ ചെയ്യുന്ന അവസരത്തിൽ ഇദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടൻ എനിക്കും ദുആക്ക് വേണ്ടി അയച്ചിരുന്നു. അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ എന്ന എന്റെ മറുപടി നൽകിയിരുന്നു.
പറയുന്നു, ഒരു മാസത്തിന് ശേഷം ഡോക്ടർ ഇദ്ദേഹത്തെ വീണ്ടും പരിശോധിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, കാരണം ബ്രെയിൻ ട്യൂമറിന്റെ അടയാളം പോലും കാണാൻ സാധിച്ചില്ല. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ്. അദ്ദേഹത്തിന് പൂർണ്ണമായ നിലയിൽ സുഖപ്രാപ്തി ലഭിച്ചത് ദുആയുടെ ഫലമായി കൊണ്ടാണ്. മറ്റൊരു രോഗിയുടെ സംഭവമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഹാഫിസ് എഹ്സാൻ സിക്കന്ദർ സാഹിബ് മുബല്ലിഗ് ബെൽജിയം എഴുതുന്നു, ഒരു അഹമ്മദി സുഹൃത്ത് ദാവൂദ് സാഹിബ് രോഗിയായി ആശുപത്രിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ കരളിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം നിലച്ചു. ആശുപത്രിയിൽ വെച്ച് തന്നെ ഹൃദയാഘാതവുമുണ്ടായി. അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ഡോക്ടർമാർ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബം ജമാഅത്തിനോട് ജനാസ മറ്റുള്ള കാര്യത്തിനായി തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഹാഫിസ് സാഹിബ് എനിക്കും ദുആക്കായി എഴുതിയിരുന്നു. ജമാഅത്തിനോട് ദുആ ചെയ്യാൻ അപേക്ഷിച്ചു. പിറ്റേ ദിവസം ജമാഅത്തിലെ ഒരു സംഘം, അതിൽ സദർ അൻസാറുള്ള, സെക്രട്ടറി തബ്ലീഗ് ഉൾപ്പെട്ടിരുന്നു, ഈ രോഗിയെ കാണുന്നതിന് വേണ്ടി പോയി. ഡോക്ടർ പറയാൻ തുടങ്ങി, വലിയ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു. മുമ്പ് ഞങ്ങൾ നൽകിയിരുന്ന മരുന്നുകൾ ശരീരം സ്വീകരിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അതേ മരുന്നുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഡോക്ടർമാരോട് പറഞ്ഞു, ഈ അത്ഭുതം ദുആ മുഖേനയാണ് സംഭവിച്ചത്. അള്ളാഹു ഇദ്ദേഹത്തിന് പുതിയൊരു ജീവിതം അതിനുശേഷം നൽകിയുണ്ടായി. ദുആ സ്വീകാര്യതയുടെ ചില വ്യത്യസ്ത സംഭവങ്ങളാണ് ഇത്. ജനങ്ങളിൽ ജമാഅത്തിനോടും ഖിലാഫത്തിനോടും ഉള്ള ബന്ധം, ജമാഅത്തിന്റെ സത്യസാക്ഷ്യം, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലുള്ള പുരോഗതി എന്നിവയ്ക്കെല്ലാം കാരണമായി തീരുന്നു. മുസ്തഫ സാഹിബ് സൗദിയയിൽ താമസിക്കുന്ന ആളാണ്. പറയുന്നു, ഞാൻ അങ്ങയുടെ സമക്ഷം ദുആക്ക് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു. എന്റെ ഉദ്യോഗം ഇന്ന സ്ഥലത്തേക്ക് മാറിയാൽ ഞാൻ കുടുംബത്തോടൊപ്പം എനിക്ക് താമസിക്കാൻ സാധിക്കുമെന്നാണ്. പ്രത്യക്ഷത്തിൽ അത് സാധ്യമായിരുന്നില്ല. എന്നാൽ ദുആയുടെ പ്രഭാവം എപ്രകാരം ഉണ്ടായെന്നാൽ സ്ഥലമാറ്റത്തിന്റെ ഒരു മാറ്റം വന്നപ്പോൾ ഞാൻ 33-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് എത്തി. അതായത് ഇനി എപ്പോഴാണ് മാറ്റമുണ്ടാകുന്നത് അപ്പോൾ എനിക്ക് അവസരം നൽകിയും ഞാൻ അങ്ങനെ കുടുംബത്തോടൊപ്പം താമസിക്കുകയും ചെയ്യുന്നതാണ്. പറയുന്നു, ഇതെനിക്ക് ദൃഷ്ടാന്തത്തെക്കാൾ കുറവായതൊന്നല്ല. സ്വന്തം അവസ്ഥ ഓരോരുത്തരും മനസ്സിലാക്കുന്നു. പ്രത്യക്ഷത്തിൽ സംഭവം വളരെ നിസാരമാണ് തോന്നിയേക്കാം. എന്നാൽ അതിലൂടെ കടന്നു പോകുമ്പോൾ അവന് അതിന്റെ മൂല്യം മനസ്സിലാകുന്നു. ദുആയിലൂടെയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും എത്രമാത്രം അപ്രതീക്ഷിതമായിട്ടുള്ള അവസ്ഥ സംജാതമായി എന്നും പിന്നീട് അവർ മനസ്സിലാക്കുന്നു. തൻസാനിയ റീജിയനിലെ ഒരു സംഭവം. ഓരോ ഗോറയിലെ മുഅല്ലിം ലത്തീഫ് സാഹിബ് എഴുതുന്നു, ഞങ്ങളുടെ പള്ളിയിലെ സോളാർ സിസ്റ്റത്തിന്റെ ബാറ്ററി ആരോ മോഷ്ടിച്ചു. അടുത്ത ദിവസം ഈ കാര്യം ജമാഅത്തങ്ങൾ അറിഞ്ഞപ്പോൾ അവർ പോലീസിനെ പരാതിപ്പെടുന്നതിന് നല്ലത് അള്ളാഹുവിന്റെ സമക്ഷം ദുആ ചെയ്യുന്നതാണ് എന്ന് തീരുമാനിച്ചു. കാരണം പോലീസ് നോട്ട് ചെയ്യുകയും പിന്നെ അതൊന്നും സംഭവിക്കാതെ അത് അവസാനിക്കുകയും ചെയ്യുന്നതാണ്. അത് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ദുആ ചെയ്യുന്നതാണ് നല്ലതെന്നും അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുക, അവനോട് ചോദിക്കുക എന്നവർ മനസ്സിലാക്കി. ആരായാലും ഈ ബാറ്ററി മോഷ്ടിച്ചത് അള്ളാഹു സ്വയം അതിനുള്ള ശിക്ഷ നൽകട്ടെ എന്ന് ദുആ ചെയ്തു. ഞങ്ങളുടെ ബാറ്ററി ഞങ്ങൾക്ക് തിരിച്ചു ലഭിക്കണമേ എന്നും പറഞ്ഞു. ആ അവസരത്തിൽ മോഷണത്തെക്കുറിച്ച് കേട്ട് മറ്റ് അനഹമ്മദി ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവരത് കേട്ടു. അങ്ങനെ ആ ഗ്രാമത്തിൽ അഹമ്മദികൾ ദുആ ചെയ്തിരിക്കുന്നു, ബാറ്ററി മോഷ്ടിച്ചവന് അള്ളാഹു പിടിക്കുകയും ശിക്ഷ നൽകുമെന്ന വാർത്ത ഇങ്ങനെ പരന്നു. അനഹമ്മദികളും ഇത് പറയാൻ തുടങ്ങി. അഹമ്മദികളുടെ ദുആ തീർച്ചയായും സ്വീകരിക്കും, കള്ളൻ തീർച്ചയായും പിടിക്കപ്പെടുന്നതാണ്, കാരണം അവൻ ഇനി മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയുന്നു. ഒരു ദിവസം അത് കഴിഞ്ഞപ്പോൾ ആരാണ് അത് മോഷ്ടിച്ചത്, ആ മോഷ്ടിച്ച വ്യക്തി ആ സാധനം ബാറ്ററി ജമാഅത്ത് സദറിന്റെ വീടിന് മുമ്പിൽ വെച്ച് കടന്നു കളഞ്ഞു. ഇത്തരത്തിൽ അള്ളാഹു അഹമ്മദികളുടെ ദുആ കേൾക്കുകയും അനഹമ്മദികളുടെ വിശ്വാസം, ദുആയുടെ കാര്യത്തിൽ ദൃഢത അത് കൈവന്നു. അതായത് ഇവർ നല്ലവരും സത്യാത്മാക്കളുമാണെന്ന് അന്യർക്ക് പോലും മനസ്സിലായി. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകുന്നത്, അവിടെയുള്ള കള്ളന്മാരിൽ പോലും അള്ളാഹുവിന്റെ ഭയമുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പേര് കേട്ട് ഭയപ്പെട്ടു. എന്നാൽ പാകിസ്ഥാനിലെ മുല്ലാക്കളുടെ ഹൃദയം അള്ളാഹുവിന്റെ ഭയത്തിൽ നിന്ന് കാലിയാണ്.
അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിക്കൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ തന്നെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരാണ് സമൂഹത്തിൽ കൂടുതൽ വിള്ളലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ സമൂഹത്തിന്റെ മേൽ കാരുണ്യം ചൊരിയട്ടെ. ഈ അക്രമികളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു സംഭവം വിവരിച്ചുകൊണ്ട് മുബല്ലിഗ് ഇൻചാർജ് സാഹിബ് ഗിനി കനാക്കരി എഴുതുന്നു, ഒരു സ്വാധികനായ ഒരു നവ അഹമ്മദി യുവാവ് സുലൈമാൻ സാഹിബ് തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം വഖഫ് ചെയ്ത് ജമാഅത്തിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് സെറാലിയൂണിലെ ജാമിയ അഹമ്മദിയിൽ പ്രവേശിക്കുവാനുള്ള നിർദ്ദേശം നൽകി. അദ്ദേഹം സസന്തോഷം സ്വീകരിച്ചു, തയ്യാറെടുപ്പ് ആരംഭിച്ചു. പറയുന്നു, അദ്ദേഹത്തിന്റെ അഹമ്മദികൾ ആകാത്ത മാതാപിതാക്കളെ മിഷൻ ഹൗസിലേക്ക് വിളിപ്പിച്ചു അവരുടെ സമ്മതം വാങ്ങുന്നതിനായി. അവർ സന്തോഷം പ്രകടിപ്പിച്ച് എല്ലാ വിവരങ്ങളും അറിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞു പോയി. തിരിച്ചുപോയി അവർ അവരുടെ മൗലവിയുമായി സംസാരിച്ചു. അവരെ അയാൾ പിന്തിരിപ്പിച്ചു. ഞങ്ങൾക്കെതിരിൽ പോലീസിൽ കേസ് ഫയൽ ചെയ്തു. ജമാഅത്ത് ഇസ്ലാമിന് പുറത്തുള്ള അന്യ മതവിഭാഗമാണ്, മകനെയും വഴിതെറ്റിക്കുന്നു, തീവ്രവാദിയാക്കുന്നു. പറയുന്നു, ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. എനിക്കും ദുആക്ക് വേണ്ടി അയച്ചിരുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മറുപടി നൽകിയിരുന്നു. ദുആയും പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയെന്നും പറഞ്ഞു. അങ്ങനെ പറയുന്നു, പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ, ജമാഅത്തിനെ പോലീസിന് പരിചയപ്പെടുത്തിയപ്പോൾ, ലീഫ്ലെറ്റുകൾ നൽകിയപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പോലീസ് കേസ് പിൻവലിക്കുക മാത്രമല്ല ചെയ്തത്, ഇങ്ങനെ പറയുകയും ചെയ്തു, ഞങ്ങൾക്ക് ഇവർ സമർപ്പിക്കുന്ന ഇസ്ലാം അതൊരുപാട് നല്ലതും പൂർണ്ണ ശാന്തി നിറഞ്ഞതുമാണെന്ന് തോന്നുന്നു. പോലീസ് കമ്മീഷണർ പറഞ്ഞു, എനിക്ക് കൂടുതൽ വിവരങ്ങൾ നൽകിയാലും ഞാനും ഈ ജമാഅത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരു സംഭവം, മാലി റീജിയനിലെ മുബല്ലിഗ് മുസ്തൻസിർ സാഹിബ് എഴുതുന്നു, ഈ വർഷം ജൽസ സലാന മാലിയിൽ ഒരുപാട് ആളുകളെ പങ്കെടുപ്പിക്കുന്നതിനായി അംഗങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നു. കാരണം ഒരു സ്ഥലത്താണ് ജലസ നടന്നിരുന്നത്. അവിടെ ദൂരം വളരെ കൂടുതലായിരുന്നു, ഏകദേശം 400 കിലോമീറ്റർ ദൂരമായിരുന്നു. അവിടെ താമസിക്കുന്നവർ ദരിദ്രരാണ്. 10,000 ഫ്രാങ്സിഫാണ് കൂടുതൽ യാത്രാ ചെലവുണ്ടാകുമായിരുന്നു. ഇത്ര ദൂരം യാത്ര ചെയ്യുന്നതിന് ദരിദ്രർക്ക് ഇത്ര തുക സംഘടിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതും എല്ലാ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിക്കുക എന്നതും. ഹയ്യർ സാഹിബ് ഒരു മെമ്പറായിരുന്നു. നദിയിൽ നിന്ന് മീൻ പിടിക്കലായിരുന്നു ജോലി. അത് മാർക്കറ്റിൽ വിൽപ്പന നടത്തും. അദ്ദേഹം വളരെ പരിശ്രമിച്ച് മുഴുവൻ വർഷവും കൊണ്ട് ഒരു വ്യക്തിയുടെ ചെലവ് സുരുക്കൂട്ടി. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞാൻ പോയിരുന്നു, ഈ വർഷം ഒരാളുടെ ചെലവിനുള്ള തുകയെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ജലസയിലേക്ക് തന്റെ ഭാര്യയെ അയക്കുന്നതാണ്. മൊറവി സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ നിയ്യത്ത് നല്ലത് തന്നെയാണ്, എന്നാൽ താങ്കളും ജലസയിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി ദുആയും ചെയ്യുക. അള്ളാഹു താങ്കൾക്ക് എത്തരത്തിലുള്ള ഒരു ഇര, അത് നദിയിൽ നിന്നുള്ള മത്സ്യം നൽകട്ടെ, അങ്ങനെ യാത്രാ ചെലവ് പൂർത്തിയാകട്ടെ. അങ്ങനെ 7 ദിവസമാണ് രാവിലെയാണ് ജലസയ്ക്ക് വേണ്ടി ആളുകൾ പുറപ്പെടേണ്ടിയിരുന്നത്. അതിന്റെ പിറ്റേന്ന് രാത്രി അദ്ദേഹം മിഷൻ ഹൗസിൽ വന്നു. 12 കിലോ തൂക്കമുള്ള ഒരു മത്സ്യം അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. പറഞ്ഞു, രാവിലെ നദിയിൽ വല വീശാൻ പോയപ്പോൾ ഞാൻ ഒരുപാട് ദുആ ചെയ്തു. നാളെ ആളുകൾ പുറപ്പെടുന്നതാണ്, എന്റെ പക്കൽ ചെലവിനുള്ളതില്ല, അള്ളാഹു എന്നെ സഹായിക്കണമേ. അങ്ങനെ ഞാൻ ജലസിൽ പങ്കെടുക്കുന്നതാണ്, എന്റെ നിയ്യത്ത് ശുദ്ധമാണ്. പറയുന്നു, അസറിന്റെ സമയത്ത് വല പുറത്തെടുത്തപ്പോൾ അതിൽ ഈ മത്സ്യം കുടുങ്ങിയിരുന്നു. അത് കരയിൽ വന്നപ്പോൾ ഒരാൾ 18,000 ഫ്രാങ്സിഫോയിൽ അത് വാങ്ങാൻ തയ്യാറായി. ഞാൻ അയാളോട്, ഈ മത്സ്യത്തെ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി അനുവാദം വാങ്ങി വന്നതാണ്, ഈ മത്സ്യത്തിലൂടെ എന്റെ ചെലവിനുള്ള തുകയും പൂർണ്ണമായി, ഞാനും ഭാര്യയും ജലസിൽ പങ്കെടുക്കുന്നതാണ്, അതിലൂടെ മിച്ച പൈസയും ഉണ്ടായിരിക്കുന്നു. അള്ളാഹു എപ്രകാരമാണ് അഹമ്മദികൾക്ക് ദുആ സ്വീകാര്യതയിലും വിശ്വാസത്തിൽ ദൃഢതയും ഖിലാഫത്തിൽ ദൃഢവിശ്വാസവും ഉണ്ടാക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള ഒരു സംഭവം മാലിയിലുള്ള ഒരു സാഹിബ് ഇദ്രീസ് കറാവെ സാഹിബ് എഴുതുന്നു, 2008 ഞാൻ ഘാനയിൽ പര്യടനം നടത്തിയത്.
ആ 2008 ജലസയിൽ പങ്കെടുത്തിരുന്നു. ഖിലാഫത്ത് ജൂബിലിയിലെ ജലസയായിരുന്നു. ആ സമയത്ത് ഈ അഹമ്മദിയായ വ്യക്തിയും പങ്കെടുത്തിരുന്നു. പറയുന്നു, ഞാൻ കോഴികളുടെ കച്ചവടമാണ് നടത്തിയിരുന്നത്. ഞാൻ എൻ്റെ കോഴികളെ ഉപേക്ഷിച്ച് ഖാനയിലേക്ക് പോയി. അങ്ങനെ പിറകിലുള്ള എൻ്റെ എല്ലാ കോഴികളും ചത്തുപോയി. ഏതൊരു വ്യക്തിയുടെ പൈസ കൊണ്ടാണ് ഞാൻ ഈ കച്ചവടം തുടങ്ങിയിരുന്നത്. അയാൾക്ക് ഈ കാര്യം മനസ്സിലായപ്പോൾ, അതായത് ഞാൻ അഹമ്മദിയായി അഹമ്മദികളുടെ ജലസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് കോഴികൾ ചത്തുപോയതെന്ന് അയാൾ അറിഞ്ഞപ്പോൾ അയാളുടെ എതിർപ്പിൽ കൂടുതൽ അന്ധത വർദ്ധിച്ചു. ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് അറിയിപ്പ് നൽകി ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ 1,50,000 ഫ്രാങ്ക് സിഫ തിരിച്ചു തരണം. പറയുന്നു, ഞാൻ അതിൽ വളരെയധികം പരിഭ്രമപ്പെട്ടു. എൻ്റെ പക്കൽ അത്ര തുകയുണ്ടായിരുന്നില്ല. ഈ എതിരാളി എന്നെ ഒരുപാട് അപമാനിക്കുകയാണ്. പറയുന്നു, ഞാൻ ആ രാത്രിയിൽ ഒരുപാട് ദുആ ചെയ്തു. അള്ളാഹു എനിക്ക് ഏതെങ്കിലും സംവിധാനം ഒരുക്കി നൽകിയാലും. ഞാൻ ഖലീഫയോടുള്ള സ്നേഹത്താലും ജലസയിൽ പങ്കെടുക്കുന്നതിനുമായി പോയതാണ്. പറയുന്നു, എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു, ഒരു ട്രക്കിൽ നിന്ന് കുറച്ച് ധാന്യമണികൾ വീണ് കിടക്കുന്നു. അതിനെ ഞാൻ ഒരുമിച്ച് കൂട്ടുന്നു. ഒരു പ്രത്യേകമായ സ്ഥലമായിരുന്നു കാണിക്കപ്പെട്ടത്. ആ ട്രക്കിൽ നിന്ന് ധാന്യമണികൾ താഴത്ത് വീണ് കിടക്കുന്നു. അത് ഞാൻ സ്വരുക്കൂട്ടുന്നു. ഞാൻ പിറ്റേ ദിവസം സ്വപ്നം കണ്ട ആ സ്ഥലത്ത് ചെന്നു. അവിടെ ട്രക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ധാന്യമണികൾ അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഞാനത് വാരിക്കൂട്ടാൻ തുടങ്ങിയപ്പോൾ അതിൽ കറുത്ത നിറത്തിലുള്ള ഒരു കവർ പെട്ടെന്ന് എനിക്ക് ലഭിച്ചു. അത് തുറന്നപ്പോൾ അതിൽ 1,80,000 ഫ്രാങ്ക് സിഫ ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രദേശത്തെ ആളുകളോട് ചോദിച്ചു. പറഞ്ഞു, രാത്രി ഇവിടെ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ സെനികളിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആളുകളോട് പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് ഇത്ര തുക ലഭിച്ചിട്ടുണ്ട്, ആരുടെയെങ്കിലും ആണെങ്കിൽ എന്നോട് വന്ന് വാങ്ങുക. ഒരാളും തന്നെ വന്നില്ല. എന്തായാലും കടം ഉണ്ടായിരുന്നു. അത് അപമാനിതാവസ്ഥ വരെ എത്തിയിരുന്നു. വൈകുന്നേരം കടം വാങ്ങാൻ വന്നു. ഞാൻ അയാൾ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ കടം വീട്ടുന്നതാണ്. അള്ളാഹു എനിക്ക് അതിനുള്ള സംവിധാനം ഒരുക്കി നൽകിയിരിക്കുന്നു. ഞാൻ അയാളുടെ തുക തിരിച്ചു നൽകി. പറയുന്നു, പല വർഷങ്ങൾ അതിൽ പിന്നിട്ടു. ഈ തുകയുടെ അവകാശം പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ ആരും തന്നെ വന്നിട്ടില്ല. ഇതുപോലെ ജർമ്മനിയിൽ നിന്ന് മുബല്ലിഗ് നഫീസുല്ല സാഹിബ് പറയുന്നു, ഒരു നവ അഹമ്മദി ഇസാൻ സാഹിബ് ലബനിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം ജർമ്മനിയിൽ വെച്ച് കണ്ടുമുട്ടി. മുലാഖാത്ത് വേളയിൽ അസാലിമിന്റെ തന്റെ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് പറഞ്ഞു. കാരണം പോലീസ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ തിരിച്ചയക്കുന്നതാണ്. പറയുന്നു, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ വലിയ വർധനവുണ്ടാക്കി. അള്ളാഹു വലിയ ദൃഷ്ടാന്തം കാണിച്ചു. അദ്ദേഹത്തിന്റെ കേസ് യാതൊരു രാഷ്ട്രീയ ഔദാര്യം ഉണ്ടാവില്ല എന്ന പോലീസിന്റെ മറുപടി ഉണ്ടായിരുന്നിട്ട് കൂടി 3 വർഷത്തേക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. എല്ലാവരോടും പറയുന്നു, ഇത് ദുആ കാരണത്താലാണ് അള്ളാഹു ഈ ദൃഷ്ടാന്തം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചത്. അമുസ്ലിങ്ങൾക്കും അഹമ്മദികളുടെ ദുആയിലൂടെ ദൃശ്യങ്ങൾ അള്ളാഹു കാണിക്കുന്നു. അതായത് ഇസ്ലാമിന്റെ ദൈവം ദുആകൾ കേൾക്കുന്ന ദൈവമാണെന്ന കാര്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു. മിർസ അഫ്സൽ സാഹിബ് കാനഡയിൽ നിന്ന് എഴുതുന്നു, ഒരു ഇന്റർഫെയ്ത്ത് കോൺഫറൻസിനായി റാങ്കോവർ ഒരു പട്ടണത്തിലേക്ക് പോയി. ഒരു ഫോൺ ബുക്ക് നോക്കിക്കൊണ്ട് ഒരു സിഖ് ഇവർ ഫോൺ ചെയ്തു. ഇന്റർഫെയ്ത്ത് ചെയ്തിരുന്നു, താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ താഴ്മയോടും സ്നേഹത്തോടും ഞങ്ങളെ സ്വാഗതം ചെയ്തു, ഭക്ഷണം നൽകി, തന്റെ വീട്ടിൽ തന്നെ ലുഹർ അസ്ർ നമസ്കരിക്കാനുള്ള അനുവാദം നൽകി, എല്ലാവിധത്തിലുള്ള സഹായവും ചെയ്തു. കോൺഫറൻസിന് എല്ലാവിധ സഹായം നൽകാമെന്നും വാഗ്ദാനം നൽകി. ഞങ്ങൾ പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വളരെ വിനയത്തോടെ കൂടി പറഞ്ഞു, എന്റെ മകന് 3 പെൺമക്കളാണ്, അവന് ഒരു ആൺകുട്ടി ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താലും. പറയുന്നു, അവിടെ വെച്ച് തന്നെ കൈകൾ ഉയർത്തി ദുആ ചെയ്തു. ഞാൻ പറഞ്ഞു, ഖലീഫയ്ക്കും ദുആക്ക് വേണ്ടി എഴുതുന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 1.5 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഫോൺ വന്നു. വളരെ സന്തോഷത്തോടു കൂടി അള്ളാഹു അദ്ദേഹത്തിന് പേരമകന് നൽകിയെന്ന് അറിയിച്ചു. ഈ സംഭവങ്ങൾ ദുആ സ്വീകാര്യതയുടേതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, പ്രകൃതിയിൽ ദുആ സ്വീകാര്യതയുടെ ഉദാഹരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
ഏതുപോലെ തുടക്കത്തിൽ കുട്ടിയുടെ കരച്ചിൽ മൂലം മാതാവിൽ പാലുണ്ടാകുന്ന ഉദാഹരണം വിവരിച്ചിരുന്നു. ഇത് പ്രകൃതിപരമാണ്. അവിടുന്ന് പറയുന്നു, ഈ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാലത്തും അള്ളാഹു ജീവസുറ്റ മാതൃകകൾ അയക്കുന്നു. ദുആ സ്വീകാര്യതയുടെ ജീവസുറ്റ മാതൃകയുടെ ഭാഗമായി തീരണമെങ്കിൽ ചില രീതികളും നിബന്ധനകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ചില ആളുകൾ പറയുന്നത് ദുആ ചെയ്തു സ്വീകരിക്കപ്പെട്ടില്ല, അവിടുന്ന് പറയുന്നു അതിന് ചില നിബന്ധനകൾ ഉണ്ടായിരിക്കേണ്ട നിർബന്ധമാണ്. അവിടുന്ന് പറയുന്നു ദുആയുടെ മധുരമയ്ക്കായി ആദ്യമായി ഉണ്ടായിരിക്കേണ്ട നിബന്ധന സൽക്കർമ്മങ്ങളും വിശ്വാസവും ഉണ്ടാക്കുന്നതാണ്. ഏതൊരു വ്യക്തി തന്റെ വിശ്വാസത്തെ ശരിപ്പെടുത്തുന്നില്ലയോ, സൽക്കർമ്മങ്ങളിലൂടെ പ്രവർത്തിക്കുന്നില്ലയോ, അതിനെ മെച്ചപ്പെടുത്തുന്നില്ലയോ, എന്നാൽ ദുആ ചെയ്യുന്നു, എങ്കിൽ അവൻ അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ വിശ്വാസത്തെ അടിസ്ഥാനപരമായി ദൃഢപ്പെടുത്തേണ്ട സ്ഥലത്ത് അവിടെ സൽക്കർമ്മങ്ങളെയും അള്ളാഹുവിന്റെ കൽപ്പനയും തൃപ്തിയും അനുസരിച്ചാക്കി തീർക്കേണ്ടതാണ്. നാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് 5 നേരം നമസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നില്ല, അടിസ്ഥാനപരമായ ജനങ്ങളുടെ അവകാശം നൽകുന്നില്ല. എന്നാൽ പ്രയാസത്തിലകപ്പെടുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരുന്നു, ജനങ്ങളുടെ അവകാശം നൽകണമെന്ന് ബോധം വരുന്നു. ഇതല്ല, ആദ്യം സ്വന്തം അവസ്ഥ ശരിപ്പെടുത്തുക. വിശ്വാസത്തിന്റെ അവസ്ഥ മെച്ചപ്പെട്ടാൽ മാത്രം പോരാ, ഏതുവരെ അതിനോടൊപ്പം സൽക്കർമ്മങ്ങൾ ഇല്ലയോ കാര്യങ്ങളൊന്നും പൂർത്തിയാകുന്നതല്ല. സൽക്കർമ്മം എന്നത് അള്ളാഹുവിനോട് ഉള്ള കടം പൂർത്തിയാക്കുക, അവന്റെ സൃഷ്ടികളോട് ഉള്ള കടമയും പൂർത്തിയാക്കുക. ഇതുണ്ടാകുമ്പോൾ അള്ളാഹു ദുആയും കേൾക്കുന്നതാണ്. അള്ളാഹു നമുക്കേവർക്കും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇബാദത്തിന്റെയും ദുആയുടെയും കടമ എപ്പോഴും പൂർത്തിയാക്കുന്നതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജുമാക്ക് ശേഷം 2 ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ആദ്യത്തേത് ബഹുമാന്യ ചൗധരി നിഅമത്തുള്ള സാഹിബിൻ്റെതാണ്. അദ്ദേഹം റിട്ടയർമെന്റിന് മുമ്പ് തന്നെ ജീവിതം വഖഫ് ചെയ്തിരുന്നു. സദർ അഞ്ജുമൻ അഹമ്മദിയ പാകിസ്ഥാനിലെ നാസിം ജായിദാദായി സേവനം ചെയ്തു. ജനുവരി 15 കാനഡയിൽ വെച്ച് അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരുടെ കുടുംബത്തിൽ അഹമ്മദിയത്ത് ഹസ്രത്ത് ഹുസൈൻ ബീബി സാഹിബ സഫറുല്ല ഖാൻ സാഹിബിന്റെ മാതാവ് ആയിരുന്നു ആദ്യമായി കൊണ്ട് ബയ്യത്ത് ചെയ്തത്. അവർ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഖാദിയാനിൽ പോയിക്കൊണ്ടാണ് ബയ്യത്ത് ചെയ്തത്. സഫറുല്ല ഖാൻ സാഹിബിന്റെ ചെറിയ സഹോദരൻ ഗുലാം അഹമ്മദ് സാഹിബ് ഖാദിയാനിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തു. അദ്ദേഹം ചൗധരി നിഅമത്തുള്ള ഖാൻ സാഹിബിന്റെ ഉപ്പാപ്പയായിരുന്നു. ചൗധരി സാഹിബിന് ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യുവാനുള്ള തൗഫീഖ് ലഭിച്ചു. അമീർ ജില്ല ഹൈദരാബാദ് ആയും അൻസാറുള്ള ജില്ല നാസിമായിക്കൊണ്ടും കായിദ് ഖുദാമുൽ അഹമ്മദിയ ആയിക്കൊണ്ടും നാസിം ജായിദാദ് സദർ അഞ്ജുമൻ അഹമ്മദിയ റബുവ പാകിസ്ഥാനും ആയിക്കൊണ്ട് സേവനം ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. കുട്ടിക്കാലം മുതലേ കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന ശീലമുണ്ടായിരുന്നു. അവസാനം വരെ ഇത് നിലനിർത്താൻ പരിശ്രമിച്ചിരുന്നു. നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. നല്ല തണുപ്പും മഴയായാലും എപ്പോഴും അയാളുടെ പരിശ്രമം ഇതായിരുന്നു, നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കുക എന്നുള്ളത്. ദുആയിൽ ദൃഢവിശ്വാസമായിരുന്നു. ഖിലാഫത്തുമായി സുദൃഢ ബന്ധമായിരുന്നു. ജലസയിൽ പങ്കെടുക്കുന്നതിന് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. ഒരിക്കൽ ഖിലാഫത്തിന് മുമ്പ് ഖലീഫത്തുൽ മസീഹ് റാബി ഹൈദരാബാദ് പര്യടനത്തിലായിരുന്നു. വഴിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്. അല്പസമയം ചൗധരി സാഹിബിന്റെ വീട്ടിൽ ചെന്നു. ചൗധരി സാഹിബ് ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഖലീഫത്തുൽ മസീഹ് റാബി പറഞ്ഞു, ദീനിനു വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി ചൗധരി സാഹിബിനോട് പറയുക. അദ്ദേഹം ഒരു ഭാരവാഹി എന്ന നിലയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ സന്ദേശം ചൗധരി സാഹിബിന് കിട്ടിയ ഉടനെ ജീവിതം വഖഫ് ചെയ്തുകൊണ്ടുള്ള കത്ത് എഴുതി. എപ്പോഴും
കാർക്കുനാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഓഫീസിലെത്താൻ പരിശ്രമിച്ചിരുന്നു. വളരെയധികം ക്ഷമയുള്ള വ്യക്തിത്വമായിരുന്നു. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. വളരെ നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നിരുന്നാലും അനാവശ്യമായി ചെലവുകളൊന്നും തന്നെ ചെയ്തിരുന്നില്ല, അതൊന്നും തന്നെ പ്രകടിപ്പിച്ചിരുന്നതുമില്ല. വളരെ നല്ല സത്യസന്ധതയോടു കൂടിയായിരുന്നു അദ്ദേഹം തന്റെ ജോലികൾ ചെയ്തിരുന്നത്. ഇത് കാരണം അദ്ദേഹം ജോലി ചെയ്തിരുന്ന കൂടുതലായി അദ്ദേഹം ടെക്സ്റ്റൈൽസ് മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവർക്ക് അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു. ഈ സത്യസന്ധത കാരണം അദ്ദേഹത്തിന്റെ മകൻ ഫൈസലാബാദിൽ ടെക്സ്റ്റൈൽസ് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെ അധികം കടകളിലെ ഉടമസ്ഥർ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ഗ്യാരണ്ടിയും സാക്ഷിയുമില്ലാതെ യായിരുന്നു അത്. അവർ പറയാറുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് താങ്കൾ ചൗധരി സാഹിബിന്റെ മകനാണ് എന്നത് തന്നെയാണ് ഗ്യാരണ്ടിയും സാക്ഷിയും എല്ലാം തന്നെ. ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിൽ വളരെ നല്ല പേരായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മക്കളോട് എപ്പോഴും കാലത്തിന്റെ ഖലീഫക്ക് കത്തുകൾ എഴുതാൻ ഓർമ്മിപ്പിച്ചിരുന്നു. ഉസ്മാനാബാദിൽ 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. ചൗധരി സാഹിബിന്റെ പിതാവ് ചൗധരി നിഅമത്തുള്ള സാഹിബിന്റെ പിതാവ് ഇനായത്തുള്ള സാഹിബ് ചൗധരി സഫറുല്ല ഖാൻ സാഹിബിന്റെ പിതൃ സഹോദരനായിരുന്നു. അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു ചൗധരി സാഹിബുമായി അദ്ദേഹത്തിന് ചെറിയ പിണക്കത്തിലാണ് എന്ന്. ചൗധരി നിഅമത്തുള്ള ഖാൻ സാഹിബുമായി ചൗധരി സഫറുല്ല ഖാൻ സാഹിബ് അദ്ദേഹത്തിന്റെ പിതാവിന് കത്തെഴുതി, ഞാൻ പാകിസ്ഥാനിൽ പോയിരുന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു താങ്കൾക്ക് പ്രിയപ്പെട്ട ചൗധരി നിഅമത്തുള്ള സാഹിബുമായി എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. എന്ത് കാരണമാണ് എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ നിഅമത്തുള്ള സാഹിബ് ഇംഗ്ലണ്ടിൽ താമസിച്ചിരുന്ന സമയത്ത് ഇവിടെ പഠനാർത്ഥം വന്നിരുന്നു. ഞാൻ എപ്പോഴെല്ലാം ഇംഗ്ലണ്ടിൽ പോയിരുന്നോ ഞാനുമായി മുലാഖാത്ത് നടത്തിയിരുന്നു. എനിക്ക് സത്യമായും കൊണ്ട് പറയാൻ കഴിയും, നമ്മുടെ 3 പ്രിയപ്പെട്ടവരിൽ വെച്ച് നിഅമത്തുള്ള സൽ സ്വഭാവിയും സൽക്കർമ്മകാരിയുമായിരുന്നു. അദ്ദേഹം സ്വിറ്റ്സർലൻഡിലായിരുന്നു. അവിടെയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചൗധരി സാഹിബ് പറയുന്നു, എനിക്ക് ഉറപ്പായും പറയാൻ സാധിക്കും, ഞങ്ങൾ അദ്ദേഹത്തിന് എപ്പോഴും അനുസരണവും സൽസ്വഭാവത്തിന്റെയും സത്യസന്ധതയോടെയും കണ്ടിരുന്നു. അദ്ദേഹത്തിലുള്ള ഈ നന്മയിൽ ഒരു പിതാവെന്ന നിലയിൽ താങ്കൾ അദ്ദേഹവുമായി ബന്ധം വെക്കേണ്ടതാണ്. എഴുതുന്നു, എത്ര വർഷമാണോ പുറത്ത് കഴിച്ചുകൂട്ടിയത്, നല്ല സൽസ്വഭാവത്തോടെയാണ് കഴിച്ചുകൂട്ടിയത്. എനിക്കതിൽ വളരെ സന്തോഷം തോന്നി. ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ഓരോ നമസ്കാരത്തിലും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. എനിക്ക് സത്യമായും പറയാൻ കഴിയും, നമ്മുടെ 3 പ്രിയപ്പെട്ടതിൽ വെച്ച് നിഅമത്തുള്ള സൽ സ്വഭാവിയും സൽക്കർമ്മകാരിയുമായിരുന്നു. പിന്നീട് നിസാമെ ജായദാദിലെ ഒരു വ്യക്തി എഴുതുന്നു, ഒരിക്കലും ഒരു മേലുദ്യോഗസ്ഥനാണ് എന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല. ദയാലുവായിരുന്നു അദ്ദേഹം, വിനയാന്വിതനായിരുന്നു. ഭൗതികമായും ഉയർന്ന സ്ഥാനമാനങ്ങൾ അദ്ദേഹം വഹിച്ചിരുന്നു. എന്നാലും അദ്ദേഹം സാധാരണ ലളിതമായി കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. പ്രായത്തിൽ ചെറുതായിരുന്നാലും ബഹുമാനിച്ചിരുന്നു. ഇത് എഴുതിയത് വളരെ ശരി തന്നെയാണ്. ജീവിതം വഖഫ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൽ വലിയ ഒരു മാറ്റമാണ് ഉണ്ടായത്. അഹങ്കാരത്തിന്റെ ഒരു അംശം പോലും അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുമായിരുന്നില്ല. പറയുന്നു, ഓഫീസിൽ അദ്ദേഹത്തിന് മുൻപിൽ എത്തിയാൽ അദ്ദേഹം സിക്ര ഇലാഹിയിൽ മുഴുകിയതായി കാണാൻ സാധിക്കുമായിരുന്നു.
നിസാമെ ജമാഅത്തിന്റെ കാര്യം വന്നാൽ എല്ലാ ബന്ധങ്ങളെയും മാറ്റി നിർത്തി ജമാഅത്തിന് മുൻഗണന നൽകുമായിരുന്നു. പറയുന്നു, റബുവയിൽ ഒരു അഹമ്മദി ജമാഅത്തിന് കുറച്ച് സ്ഥലം കയ്യേറിയിരുന്നു. അവർ പറയുമായിരുന്നു, ചൗധരി സാഹിബ് എന്റെ ബന്ധുവാണ്, ആരും എന്നെ ഒന്നും പറയരുത്. ചൗധരി സാഹിബ് ഇത് അറിയാനിടയായി. അദ്ദേഹം വളരെ അധികം ദേഷ്യപ്പെട്ടു. പറയുന്നു, ഇതുവരെ അദ്ദേഹം മറ്റൊരാളുമായി ഇത്രയും അധികം ദേഷ്യപ്പെട്ടതായി കണ്ടിരുന്നില്ല. എത്രത്തോളം അദ്ദേഹം തന്റെ ഒരു ബന്ധുവിനോട് അദ്ദേഹം ദേഷ്യപ്പെട്ടുവോ. പറയുന്നു, എന്നോട് ചൗധരി സാഹിബ് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ എന്റെ ഭാര്യയുമായി ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. ഖിലാഫത്തിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും സ്മരിച്ചാൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നൊരു പ്രകാശം വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മകന്റെ വിവാഹബന്ധം ഉറപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു ഖലീഫത്തുൽ മസീഹ് റാബിയന് ഈ ബന്ധം ഇഷ്ടമില്ല എന്ന്. അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു, ഞാൻ ഈ ബന്ധം ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഖലീഫത്തുൽ മസീഹ് റാബിയന് ഇത് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയില്ല. മകൻ ഇത് കേട്ട് ഈ ബന്ധം അവസാനിപ്പിച്ചു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ സഫറുല്ലാ ഖാൻ മട്ടർ സാഹിബിന്റേതാണ്. അദ്ദേഹം 9 ജനുവരിക്ക് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ജന്മന അഹമ്മദിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ചൗധരി അള്ളാ ദത്ത സാഹിബ് 1928 ജമാഅത്ത് സ്വീകരിച്ചു. തന്റെ ഗ്രാമത്തിലെ സദർ ജമാഅത്തായി സേവനം ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. തജ് നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും ജമാഅത്തായ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും ഖുതുബകൾ കൃത്യമായി കേൾക്കുകയും ചെയ്യുന്ന പ്രകൃതക്കാരനായിരുന്നു. കുട്ടികളുടെ ശിക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഉസ്മാൻ ഖാനിൽ 3 ആൺമക്കളും 3 പെൺമക്കളുമുണ്ട്. ഒരു മകൻ സാജിദ് മഹമ്മൂദ് സാഹിബ് വഖഫെ സിന്ദഗിയാണ്, മുറബിയാണ്. ഇപ്പോൾ ജാമിയ അഹമ്മദിയ ഖാനയിൽ ഉസ്താദാണ്. തന്റെ ജമാഅത്തി ഉത്തരവാദിത്തങ്ങൾ കാരണം തന്റെ പിതാവിന്റെ വഫാത്ത് സമയത്ത് പാകിസ്ഥാനിൽ പോകാൻ സാധിച്ചില്ല. അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമയും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. അദ്ദേഹം പറയുന്നു, കുട്ടിക്കാലത്ത് ഞങ്ങളുടെ പിതാവ് തർബിയത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. എന്നെ എപ്പോഴും പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. ഏതെങ്കിലും അതിഥി വന്നാൽ വളരെ സന്തോഷത്തോടു കൂടി എന്നെ പരിചയപ്പെടുത്തുമായിരുന്നു. ഞാൻ ഈ കുട്ടിയെ വഖഫ് ചെയ്തിരിക്കുന്നു, ജാമ്യയിൽ അയക്കുന്നതാണ് പറയുന്നു. ഇത് കാരണം എന്റെ ചിന്തയിൽ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എപ്പോഴും എന്റെ ചിന്ത ജാമ്യയിൽ പോവുക എന്നത് തന്നെയായിരുന്നു. അള്ളാഹു താല ഇദ്ദേഹത്തിന്റെ നന്മകൾ ഇദ്ദേഹത്തിന്റെ മക്കൾക്കും നൽകുമാറാകട്ടെ. അതുപോലെ ഏത് ഉദ്ദേശത്തോടെയാണ് തന്റെ മകനെ വഖഫ് ചെയ്തത് ആ ഉദ്ദേശം പൂർത്തിയാക്കാനുള്ള തൗഫീഖും നൽകുമാറാകട്ടെ. മർഹൂമിന്റെ പദവി ഉയർത്തുമാറാവട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى
وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر